ആഗ്രഹിക്കുന്നു. We very deeply want to learn many lessons from the beautiful pastime of Lord Vamana with Bali Maharaja. ബലി മഹാരാജാവും വാമന ഭഗവാനും തമ്മിലുള്ള ആ സുന്ദരമായ ലീലയിൽ നിന്ന് പല പാഠങ്ങളും നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നു. I won't go into great detail today, but I will only extract some important lessons. One of the most important lessons that we can learn is that Bali Maharaj, although born in a demon family, was fully transformed to be a pure devotee by the mercy of the Lord. ആ സുന്ദരമായ ലീലയുടെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു പ്രധാന വിഷയം എന്തെന്ന് വെച്ചാൽ, അസുരകുലത്തിൽ ജാതനായ ബലി മഹാരാജാവ് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരു പരിശുദ്ധ ഭക്തനായി തീർന്നു എന്നുള്ളത് തന്നെയാണ്. His surrender is of a special quality called Atma Nivedanam. He surrendered himself as spirit soul at the lotus feet of the Lord. അദ്ദേഹത്തിന്റെ ശരണാഗതിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിനെ ആത്മനിവേദനം എന്ന് പറയുന്നു. അതായത് സ്വന്തം ആത്മാവിനെ ഭഗവാന്റെ തൃപ്പാദത്തിങ്കൽ അദ്ദേഹം സമർപ്പിച്ചു. Surrender means he went very much parallel and into the plan of the Lord, by the Lord giving him special intelligence. He moved from a great distance very fast. It was like express purification, express surrender. Everything happened very fast because Bali Maharaj was willing to take the opportunity and go that extra mile and experience the mercy of the Lord. ബലി മഹാരാജാവ് ചെയ്ത ശരണാഗതി എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു ശരണാഗതിയാണ്. അദ്ദേഹം ഭഗവാന്റെ ഇംഗിതത്തിനനുസരിച്ച് ഭഗവാന്റെ ഇച്ഛകൾക്ക് സമാന്തരമായി അദ്ദേഹം നടന്നു എന്ന് മാത്രമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വളരെ ദൂരത്ത് നിന്ന്, ഒരു ആസുര സ്വഭാവത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ തന്നെ അദ്ദേഹം ഭഗവാന്റെ ശരണാഗതിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. After taking all his possessions from him, after tying up with a rope like Vasuki, using the Vasuki and tying him up, he was brought, he was very insulted, he was feeling defamed, he was very depressed. But materially, but at the heart of hearts, he knew that the Lord had a special plan for him. അദ്ദേഹം ശരണാഗതി ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സംഭവിച്ചത് വളരെ ദുഃഖകരമായ കാര്യങ്ങൾ തന്നെയായിരുന്നു. അദ്ദേഹത്തെ വാസുകി സർപ്പം കൊണ്ട് വരിഞ്ഞുകെട്ടി അദ്ദേഹത്തിനെ പലതരത്തിൽ നിന്ദിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിനുള്ളിൽ എന്തോ ഒരു തോന്നലുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഭഗവാൻ എനിക്ക് വേണ്ടി വിശിഷ്ടമായ ഒരു പദ്ധതി തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. This was indicated by him advising all his generals and army and everybody else, saying that don't do anything now. Providence doesn't favor us now. Simply stop from doing anything opposing this situation. അദ്ദേഹത്തിന്റെ ശരണാഗതിയുടെ ഉത്തമ ലക്ഷണം എന്തെന്ന് വെച്ചാൽ, അങ്ങനെ അദ്ദേഹം ബദ്ധനായ സമയത്ത് തന്റെ സൈന്യത്തോടും സൈന്യാധിപന്മാരോടും അദ്ദേഹം പറഞ്ഞു, ഈ സമയത്ത് താങ്കൾ ഒന്നും പ്രതികാരം ചെയ്യരുത്. കാരണം ഈ സമയത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഭഗവാന്റെ പദ്ധതി, ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ്. അതുകൊണ്ട് അതിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. So he was accused by Vamana of not keeping up his word. And Vamana had already with his 2 steps taken all his possessions away. And he said that, where shall I keep my 3rd step? Even Prahlad Maharaj came and said he has nothing more to give my grandson. And I don't think there is anything that he can give you. But Bali Maharaj understood
that I can give myself to the Lord. Atma Nivedanam. And he knew what the Lord was asking of him. So he offered himself fully. My possessions you have taken away, but I know that you know the possessor of the possessions is greater than the possessions. So I surrender to you. ഭഗവാൻ വാമനദേവൻ ബലിമഹാരാജാവിനെ ബന്ധിക്കുക മാത്രമല്ല, ഭഗവാൻ ഒരു ആരോപണവും കുറ്റാരോപണവും നടത്തി. താങ്കൾ വാക്ക് പാലിക്കാത്തവനാണ്. 3 അടി മണ്ണ് തരാമെന്ന് പറഞ്ഞതിന് ശേഷം 2 അടി മാത്രം തന്ന് 3-ാമത്തേത് താങ്കൾ തന്നില്ല. അപ്പോൾ ബലിമഹാരാജാവിന് കൊടുക്കാനായി ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ പ്രഹ്ലാദ മഹാരാജാവ് വരെ വന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചു, എന്റെ പേരമകന്റെ കയ്യിൽ ഇനി തരാൻ ഒന്നും തന്നെയില്ല എന്ന്. പക്ഷേ ബലിമഹാരാജാവിന് തന്റെ ഹൃദയത്തിൽ അറിയാമായിരുന്നു, എന്തോ ഒന്ന് ഭഗവാന്റെ പദ്ധതിയുണ്ട്, ഇനിയും കൊടുക്കാൻ എന്റെ പക്കലുണ്ട്. എല്ലാ സ്വത്തുക്കളെക്കാളും വലുത് ആ സ്വത്തുക്കളുടെ സ്വാമി, ആ സ്വത്തുക്കളുടെ ഉടമയാണ്. അത് തന്നെ സ്വയം സമർപ്പിക്കുക എന്നുള്ളത് ഇനിയും എനിക്ക് ചെയ്യാൻ സാധിക്കും. That is when Vamana became very pleased with Bali Maharaj. And he promised to give him association in Sutala. At every doorway, he was a watchman. At every doorway, Bali Maharaj could get the association of Vamana. Consistently, constantly. അങ്ങനെ ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കി സ്വയം ആത്മസമർപ്പണം ചെയ്ത സമയത്ത് ബലിമഹാരാജാവിന് ഭഗവാൻ നൽകിയ സമ്മാനം, സുതല ഗ്രഹത്തിൽ ബലിമഹാരാജാവിന്റെ ഓരോ കൊട്ടാര വാതിലിലും കവാടത്തിലും വാമന ഭഗവാൻ കാവൽ നിൽക്കുകയായിരുന്നു. ഏത് വാതായനത്തിലൂടെ പ്രവേശിക്കുമ്പോഴും അദ്ദേഹത്തിന് ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. So this is a wonderful story of surrender to the Supreme Personality of Godhead, engineered by the Lord himself, reciprocated with by Bali Maharaj, who was demon. It shows the power of the Lord's mercy. It shows the great benefit if we make the choice to surrender to the Lord fully. ഈ ലീല ശരണാഗതി ആത്മനിവേദനത്തിന്റെ ഒരു ഉത്തമ അത്ഭുത ഉദാഹരണം തന്നെയാണ്. ഭഗവാന്റെ തന്നെ ഒരു പദ്ധതി, ഭഗവാന്റെ ഇംഗിതമനുസരിച്ച് ഈ ലീല നടക്കുകയും അസുരനായ ബലിമഹാരാജാവ് ഭഗവാനോട് പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ഭക്തന് എന്ത് ലാഭമുണ്ടാകും എന്നും ഈ ലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. So today we remember the wonderful surrender and we pray to Bali Maharaj that we may also, he is one of the Mahajanas, so we may also get the blessings to get the strength to surrender to Krishna. ഈ ഒരു സന്ദർഭത്തിൽ ഈ അത്ഭുതമായ ലീലയിൽ പ്രധാന പങ്കുവഹിച്ച ബലിമഹാരാജാവിന് നമുക്ക് അദ്ദേഹത്തെ നമസ്കരിക്കാം. അദ്ദേഹം ഇത്ര അത്ഭുതകരമായി ഭഗവാനെ ശരണം പ്രാപിച്ച ആ ഒരു ഉദാഹരണം നമുക്കും പിന്തുടരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Also today is a wonderful occasion of Srila Prabhupada's visit to Kerala. Today is the final session. And we had in Kerala the opportunity to have Bhaktivedanta Swami Prabhupada's lotus feet placed here. Prabhupada visited in South India, as I know. He visited Tamil Nadu. He came to Andhra. I don't know whether he came to Karnataka at all, but he came to Kerala on his onward journey. So Kerala is blessed by the mercy of Bhaktivedanta Swami Srila Prabhupada. ഓണം ഉത്സവത്തെ കൂടാതെ മറ്റൊരു പ്രാധാന്യവും ഈ സന്ദർഭത്തിനുണ്ട്. ശ്രീല പ്രഭുപാദ്, ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്
കേരളത്തിൽ വന്നതിൻ്റെ വാർഷിക ആഘോഷങ്ങളും കൂടിയാണ് നാം ഇപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. ശ്രീല പ്രഭുപാദ് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലേക്ക് വന്നുവെന്നും ആന്ധ്രയിലേക്ക് വന്നുവെന്നും നമുക്കറിയാം. കർണാടകയിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷെ കേരളത്തിൽ ശ്രീല പ്രഭുപാദ് വന്നിട്ടുണ്ട്. So 5 years back, we celebrated 50th anniversary. In 2015, we released the Malayalam Srimad Bhagavatam as an offering to Bhaktivedanta Swami Srila Prabhupada to please him. And we are trying to continue that tradition of celebrating this event every year. This year, we are doing it online. And we are very happy to have with us His Holiness Jayapataka Swami Maharaj Ki Jai. 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 Welcome, Guru Maharaj. Welcome to the Jaladuta Utsava and a pre-Onam blessing ceremony that we are trying to have today. And we are very, very happy to have you and this very important occasion of the Jaladuta Utsava that is being celebrated. Prabhupada, August 21st and 22nd, he was in the Jaladuta here in Cochin. And on 23rd, the Jaladuta sailed off from Cochin. Today is the last day of the festival. And we have a grand celebration. And we are very, very happy to welcome you to the celebration. Holiness Jayapataka Swami Guru Maharaj Ki Jai. Thank you, Nandi. Thank you, Nanni. I'm very happy to hear your celebration. I am very happy to be here for your celebration. Finish your speech. Finish your speech. Finish your speech. I have finished my speech just in time when you came, Guru Maharaj. So what's the next program? So what's the next program? Hare Krishna. Dandot Pranam Guru Maharaj. We are very happy to have your presence here in Kerala, Guru Maharaj, and for the Jaladuta festival. So first of all, we're having some welcome in the traditional Kerala style for you, Guru Maharaj. So first of all, we're having Hare Krishna. One second. First of all, we are going to spotlight on a few devotees. First is we are having a Talapoli. Talapoli is a traditional welcome which is done during auspicious events. So we request Pramod Prabhu to please be spotlighted, and they want to welcome you, Guru Maharaj. This is a beautiful offering with flowers and various auspicious items for welcoming Guru Maharaj. This is a family, they are all chanting 16 rounds. Bhakta Pramod, Ashwati Mataji, their mother Sati Mataji, and children Vishnu Priya, Hari Narayan. They were very fortunate to actually, last year, they were able to come to Sridham Mayapur and have your auspicious darshan, Guru Maharaj, and they all went to Ekachakra Dham and all over Navadvip. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Rama Rama, Hare Hare. Welcome to Kerala, Guru Maharaj. Thank you. Hare Krishna, Guru Maharaj. Thank you for the garland. Hare Hare. They're doing Arati.
They're also offering cake and speciality Kerala tender coconut. Very nice. Cake and Cake and coconut. tender Tender coconut. coconut. Cake and tender coconut. Hare Krishna, please, we will go to the next program. It's already 2 minutes. So please Yes, offer thank the prasadam. Thank you so much. Thank you. Thank you, Prabhu. Thank you, Guru Maharaj. And next we are going to the house of His Grace Vinod Govinda Prabhu, where they have offered another speciality of Onam. This is the Onam Pookalam. It is the flower carpet. It is traditionally in Kerala before the Onam, for the 10 days preceding Onam, every house offers these flower carpets. This is understood to be a welcome offering for Lord Vamanadev to come into the house, to appear into the house. So they have offered this year as a special Jaladuta Pookalam. They have the ISKCON symbol as well as the Jaladuta ship on top. So this offering is done by His Grace Vinod Govinda Das Prabhu and his good wife Komalangi Vishakha Mataji, and there's 2 sons, Nimai Gunanidhi Das and Nikhil, and also Nimai's wife Bhaktin Sharanya. They are very senior devotees, been there in the movement for more than 20 years, doing very, very committed service, Guru Maharaj. Thank you. That's Prabhupada's ship. Yes, Guru Maharaj. That's the Jaladuta ship. Yes, Guru Maharaj. Hello. Hari Bol. Thank you. Krishna Krishna. Thank Guru you. Maharaj is blessing you. Krishnir Matirastu. Thank you. Thank you, Guru Maharaj. So, with your permission, we can go to the next place We are where requesting Radha Shakti Mataji to switch on her Very video. fine. Very fine. Dash- Very fine. Guru Maharaj, here we have Her Grace Sri Radha Shakti Mataji, who has been who has been a devotee from the Middle East, from Mathura Desh, and they are offering the most important part of the Onam ceremony, perhaps, which is the Onam feast. They got more than 21 items. 25 items. Yes, Mataji, please, please take the camera and you can show Guru Maharaj the various items. Please do that. Hare Krishna, Guru Maharaj. Welcome to Kerala. Hare Krishna. We're happy to be here in Kerala. Hare Krishna. I'm very happy to be here in Kerala. We have Mataji, specially. You can Yeah, show we have the specially. purpose. Yes, we have specially prepared the traditional Onam Sadhya or the Onam feast prasadam to offer you, Guru Maharaj. This Appalam. There you go. this is the chips, 4 varieties of chips, Guru Maharaj. And then we have the papad. And then 4 varieties of pickles. And this is the puliinji, or the traditional pickle, ginger in tamarind sauce. And here we have the Kerala banana, steamed Wonderful. bananas. Here this is toran, Mataji, please, you can banana, go fast. raw banana Yeah. in Got coconut. that. And this is pachadi, kichadi, Samyam then Sam. avial, Kootagari, pachadi, kalan. This is dal, sambar, rice, and we have 2 varieties of payasam here, jaggery and milk. And then we have sambaram, that is spicy laban, and rasam, sambar and rice.
So we have prepared 25 items, Guru Maharaj. Thank you, Nandi. Thank you, Nandi. We are blessed. We are blessed, Guru Guru Maharaj. We are blessed. Today we have yes, the blessing. Please accept my blessings. Krishna Thank you, Matirasti. Guru Maharaj. Today Sometimes Kerala Achar can be set up. So Kerala. अच्छा Okay. Guru Maharaj, next is these are devotees from Trivandrum. They are going to, it's a surprise. They want to offer you your own song that your Divine Grace wrote for Srila Prabhupada. Please. Can it be understood by the Malayali speakers? Can it be understood by the Malayali speakers? A lot of Sanskrit. It's not in Sanskrit. Not a lot. It has a lot of Sanskrit. It has a lot of Sanskrit. Yes, Guru Maharaj, most of us, because it's very simple language, Guru Maharaj, we are able to understand. Very wonderful. We would request the devotees, please start immediately. Yadi Prabhupada Namato Tabe ki hoye Jivan Ahita ki Yadi Prabhupada Namato Tabe ki hoye Jivan Ahita ki Nitai Gaure
Hare Krishna, Krishna Krishna, Hare Thank you so much. Hare Krishna. Thank you. Andrea. Nandri, Thank you, very nice. thank you. Very nice. Darshan. The darshan of your deities. Thank you for the darshan of your deities, Baladev, Subhadra. Jagannath, Baladev, Subhadra. Hari Hari. Hare Krishna Guru Maharaj, this is a small overview of the place where the place where Srila Prabhupada came. The plaque is installed here, the memorial. Sri Gurun Vaishnavansham Sri Rupam Sakrajatam Sahagana Raghunathanvitam Tvam Sajivam Vanchakalpatarubhyascha kripa sindhubhyev cha patitanam pavanebhyo vaishnavebhyo namo namaha. Hare Krishna. Srila Prabhupada ki Jai. This is your servant Gopal Gaur Guru Das, and we have with us Bhakta Prasho Prabhu, Dr. Balaji, and His Grace Akshobhya Krishna Prabhu. We are all gathered here at this place called Willington Island. The exact spot is Mattancherry Wharf. Why are we here? Because this place is a holy place, it's a Tirtha Sthan, and this day is very, very auspicious. For all the devotees of Kerala, this is the time when Srila Prabhupada came and set his lotus feet in the city of Kochi during his epic voyage on the Jaladuta to the US. It was 21st August 1965. Srila Prabhupada stayed for 48 hours in the city, and at 4 p.m. on 22nd August, his Srimad Bhagavatam books, which had been transported by rail from Mumbai, was boarded onto the Jaladuta right here at this port. Srila Prabhupada, within those 48 hours, also managed to travel across Kochi and the adjoining city called Ernakulam, and all the experiences that he had, he noted down in his famous Jaladuta diary. Srila Prabhupada even noted that in this part of India, in Kerala, you find a special kind of banana which is yellow, which is very long, and which is very unique to this place. So Srila Prabhupada has noted even those small details. To commemorate Srila Prabhupada's visit to Kochi, during the 50th anniversary of the Jaladuta Yatra, we had a very special program about which Bhakta Prashobh will be explaining. Hare Krishna. Hare Krishna, Srila Prabhupada ki Jai. So, exactly 5 years from here today, we had a glorious event as a commemoration of Srila Prabhupada's leaving towards west for propagating Bhagavata Dharma as per his instructions of
spiritual master. And Srila Prabhupada, and for that event we had installed a memorial plaque here in Wellington Island, and that was a glorious event. We had many senior leaders, GBC leaders from ISKCON for that particular event, like His Holiness Lokanath Swami Maharaj, His Holiness Bhanu Swami Maharaj, and other senior devotees. Hare Krishna. And we had also published in local language Srimad Bhagavatam for the whole of Kerala, and also the devotees of in the Malayalam language outside Kerala also. Over to Dr. Balaji Prabhu. Hare Krishna. So, elaborating a little more on this place. This place, as you can see, this Prabhupada's memorial plaque. There were two small saplings on either side of the plaque, as you can see, two little trees. So over the last 5 years, these trees have grown into a beautiful kunja, and now they are offering shelter to Srila Prabhupada and offering him shade, and makes this beautiful place, already beautiful place, more serene. So this is one place which is very special for all followers of Srila Prabhupada, and as we all know, wherever a pure devotee has set his foot upon, that place turns into a tirtha. So this very place where Srila Prabhupada had visited in the year 1965 is so special, and we are here today commemorating that event, and we wish to do it on an every annual basis, and this happens to be a flagship event of ISKCON Kochi. Hare Krishna. Hare Krishna. We are so happy and honored to be at this historical spot where the book Bhagavata met the person Bhagavata, and together they went to the west and spread this Krishna consciousness movement across the globe. As Dr. Balaji rightly stated, this is the flagship festival of ISKCON Kochi going forward, and we know Corona will set a new era in the history of mankind, and the devotees of the Hare Krishna movement has been reading and practicing the teachings in Srila Prabhupada's books. So it's time for the Hare Krishna movement to explode across the globe, and we desire that devotees from all the continents across the globe come here year after year for this flagship festival going forward. So thank you everyone. Hare Krishna. Hare Krishna. Guru Maharaj, it's our humble request, it's our prayer that we are dreaming of the day when your divine grace would be able to come here and personally visit this place. It's a dream. It's our prayer. Thank you. Hare Krishna. Shamras Prabhu, shall we go on? Oh, sorry. I hope that Krishna will allow me to visit the place. I hope that Krishna will allow me to visit that place. At least I could visit it virtually. At least I could visit it virtually. It's very auspicious. It is very auspicious. I'm very happy to see the place where Prabhupada last touched India before going to the West. I'm very happy to visit the place where Srila Prabhupada last touched before leaving India. And it's encouraging to note he had the long Kerala bananas. It is interesting to know that he had the long Kerala bananas. I think I'll have to have one to celebrate his memory. I think I have to have one to celebrate this memory. I will. Haribol, Jai Guru Maharaj ki Jai. And for the last event before Guru Maharaj's class for us is, I think this is a very special personality in Kerala, famous personality Guru Maharaj. His name is Kaidapram Damodaran Nambutiri. He's from the Nambutiri family, and he's a very famous lyricist. He writes music, he writes songs for films and also devotional songs. He's a very famous person. So we were able to contact him in connection with this festival, and he had said that he
had met ISKCON devotees earlier in Trivandrum, and he likes Srimad Bhagavatam. And specifically, he's commented that Srila Prabhupada is like a modern Srila Shukadev Goswami. He said he completely believes it because Srila Prabhupada did things that he spread Srimad Bhagavatam in that way. Actually, he wanted to be here for this function. He said he will join on Zoom, but because of certain sickness, he is unable to join. So he has requested pardon for it. And he has also committed to chant one round of Hare Krishna Mahamantra starting from this function. We just wanted to offer this to you, Guru Maharaj. There is a video. If Shyamrasika Prabhu could, we have the time, then it's a 2-minute video. Yes, Guru Maharaj. Saying it's not available. Hare Krishna Prabhu, it is saying that the video is unavailable. Oh, I'm sorry. We will do something about it immediately. Okay. And then So Prabhu, after Guru Maharaj's lecture, maybe we can play the video. You can find it out meanwhile. Thank you. I'll do. Thank you. I would request His Grace Govardhan Giri Prabhu to please take up the translation in Malayalam. Thank you. So I give my lecture. Yes, Guru Maharaj. Krishna Padaya, Krishna Prasthaya Bhutale, Srimate Bhakti Vedanta Swami, Iti Namine. Krishna Padaya, Krishna Prasthaya Bhutale, Srimate Bhakti Vedanta Swami Niti Namine. Namaste, Saraswati Devi, Gauravayanti Pracharine, Nivise Sasanavadi, Prachachata Satarine. Namaste Saraswati Devi, Gauravani Pracharine, Nirvishesha Sunyavadi, Paschatya Deshatarine. Shri Krishna Chaitanya, Prabhu Nityananda, Sri Advaita Gadadhara Srivasadi Bhakta-vrinda. Jaya Shri Krishna Chaitanya, Prabhu Nityananda, Shri Advaita Gadadhara Srivasadi Gaura Bhakta-vrinda. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hari Haraya Nama Krishna Yadavaya Nama. Hari Haraya Nama Krishna Yadavaya Namaha. Srimad Sudan. Gopal Govinda Ram Srimad Sudan. Bhagavadivachalam Pranyaram Yativadavahan Bande Sri Garam Vinasayam
Paramanandamalam Sri Chaitanya Ishram Hare Om Tat Sat. I sense my voice. With God, I'll have a repetition, so it's easier for the translator. Since I'm very overwhelmed, since my voice is little bit down, so I'll have the repetition so that it will be easy for the translator. Yes, Guru Maharaj. Please translate. Please translate it. എന്റെ ശബ്ദം വികാരം കൊണ്ട് കുറച്ച് വ്യക്തമാകാത്തതിനാൽ ഞാൻ പറയുന്നതെല്ലാം മറ്റൊരാൾ വീണ്ടും പറയുകയും അതിനുശേഷം അത് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും നല്ലത്. I'm overwhelmed to see the site of Prabhupada visited Cochin. I am very overwhelmed to see the site where Srila Prabhupada visited in Cochin. ശ്രീല പ്രഭുപാദർ കൊച്ചിയിൽ സന്ദർശിച്ച ആ സ്ഥലം കണ്ടതുകൊണ്ട് ഞാൻ വളരെ വികാരാധീനനാണ്. Also that the Srimad Bhagavatam in Malayalam was inaugurated 5 years ago at this place. And also the Srimad Bhagavatam in Malayalam was inaugurated 5 years ago in this place. മാത്രമല്ല മലയാളത്തിലുള്ള ശ്രീമദ് ഭാഗവതം 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയാണ് പ്രസാദനം ചെയ്യപ്പെട്ടത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. Krishna said that after he left, he would come in 2 avatars. Krishna said after he had left, he will come in 2 avatars. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയതിനു ശേഷം 2 അവതാരങ്ങളായി ഞാൻ മടങ്ങി വരും എന്ന്. So that was the book Bhagavat and the person Bhagavat. And that was the book Bhagavat and the person Bhagavat. അത് ഗ്രന്ഥരൂപത്തിലുള്ള ഭാഗവതവും വ്യക്തിരൂപത്തിലുള്ള ഭാഗവതനുമായിരുന്നു. So the person Bhagavat was Abhaycharan Bhaktivedanta Swami Prabhupada. The person Bhagavat was Abhaycharan Bhaktivedanta Swami Prabhupada. വ്യക്തിഗത ഭാഗവതൻ ദിവ്യപൂജ്യ അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരായിരുന്നു. And the book Bhagavat was Srimad Bhagavatam. And the book Bhagavat is the Srimad Bhagavatam. ഗ്രന്ഥ ഭാഗവതം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതമായിരുന്നു. Which both were together in Cochin. Which was both together in Cochin. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കൊച്ചിയിൽ ഉണ്ടായിരുന്നത്. Also the whole Bhagavat was delivered to Prabhupada to take to the USA. So the book Bhagavat was delivered to Srila Prabhupada to take to USA. അതായത് ഗ്രന്ഥഭാഗവതം ശ്രീല പ്രഭുപാദർക്ക് അവിടെ കൊണ്ട് കൊടുക്കുകയായിരുന്നു അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. We know in the Srimad Bhagavatam that the Bhadra Purnima, which is coming up on the 2nd of September, and one offers a Srimad Bhagavatam that we will have to Goloka. We know that on the Bhadra Purnima, which comes on the 2nd September, if one offers Srimad Bhagavatam, he goes back to Godhead. സെപ്റ്റംബർ 2-ാം തീയതി വരുന്ന ഭാദ്രപൂർണിമ ദിവസത്തിൽ ശ്രീമദ് ഭാഗവതം ദാനമായി നൽകുന്ന വ്യക്തി ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Has a set of Srimad Bhagavatam. It will be very nice if every library in Kerala would have a set of Srimad Bhagavatam. കേരളത്തിലുള്ള എല്ലാ ലൈബ്രറികളിലും ശ്രീമദ് ഭാഗവതം മലയാളം ഒരു സെറ്റ് ഉണ്ടാകും എന്നത് വളരെ നല്ല കാര്യമാണ്. Child, I was looking in the library, but I could never find what I was looking for. When I was a child, I was looking in the library, but I couldn't find in the library what I was looking for.
ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ തിരഞ്ഞ പുസ്തകങ്ങൾ അവിടെ ലഭ്യമായിരുന്നില്ല. If the Srimad Bhagavatam was in the library, ശ്രീമദ് ഭാഗവതം ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ I could have become a devotee much earlier. എനിക്ക് വളരെ മുൻപ് തന്നെ ഒരു ഭക്തനാകാമായിരുന്നു. It took me 19 years to find Srila Prabhupada. എനിക്ക് 19 വർഷം വേണ്ടി വന്നു ശ്രീല പ്രഭുപാദരെ കണ്ടെത്തുവാനായിട്ട്. So this is a very auspicious festival. അതുകൊണ്ട് ഇത് വളരെ ഐശ്വര്യദായകമായ ഒരു ഉത്സവമാണ്. Should be attended by representatives from all over the world. This should be attended by representatives from all over the world. ഈ ഉത്സവത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കേണ്ടതാണ്. Now, since the world is more using virtual visits, Now, since the world is more using the virtual visits, ഇപ്പോൾ ലോകമെമ്പാടും വെർച്വൽ ആയിട്ടുള്ള സന്ദർശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. You can have different representatives around the world attending this program. so you could have different representatives from around the world attend this program. അതുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഈ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. I didn't know about it. I was just told that tonight I was visiting Kerala. I didn't know about it. I was just told that tonight I would be visiting Kerala. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇന്ന് കേരളം സന്ദർശിക്കുകയാണ് എന്ന്. Seeing how important a program this is, Seeing how important program this is, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. should be attending. everyone should be attending. ഇതിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. This is a historical place. This is a historical place. ഇത് വളരെ ചരിത്രപരമായ ഒരു സ്ഥലമാണ്. You can see how special Kerala is in the history of ISKCON. We can see how special Kerala is in the history of ISKCON. ഇസ്കോൺ ചരിത്രത്തിൽ കേരളം എത്ര തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. I remember Kerala for the wonderful prasadam. I remember Kerala for the wonderful prasadam. ഞാൻ കേരളത്തെ കുറിച്ച് ഓർക്കുന്നത് അവിടെയുള്ള അതിശയകരമായ പ്രസാദത്തെ പറ്റിയിട്ടാണ്. Puttu and black pepper pickles. Puttu, black pepper pickle. കുരുമുളക് അച്ചാറും banana chips. Banana chips. നേന്ത്രൻകായ വറുത്തത്. And what's that something? അവിയലും ഞാൻ ഓർക്കുന്നു. Special bananas. Special Leicester bananas. പ്രത്യേക തരത്തിലുള്ള വാഴപ്പഴങ്ങൾ. And now I understand that Prabhupada put his lotus foot here in a very special place. Now I understand that Srila Prabhupada has put his lotus feet here. This is a very special place. ശ്രീല പ്രഭുപാദരുടെ പാദപദ്മങ്ങൾ ഇവിടെ പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു.
Lord Gauranga Mahaprabhu, he was telling to his mother Sachi, Lord Gauranga Mahaprabhu, he was telling to his mother Sachi, ഗൗരംഗ മഹാപ്രഭു തന്റെ മാതാവായ ശചി മാതാവിനോട് പറയുകയായിരുന്നു, she had been his mother birth after birth for many appearances. so that she has been his mother birth after birth for many appearances. അതായത് ജന്മജന്മാന്തരങ്ങളുടെ അവർ തന്നെയായിരുന്നു തന്റെ മാതാവ് എന്ന് അദ്ദേഹം ശചി മാതാവിനോട് പറഞ്ഞു. She was Krishna Garba. She was Aditi, the mother of Vamanadeva. She was Prishni Garba, she was Aditi, the mother of Vamana Deva. അവർ പൃശ്നി ഗർഭയും അതുപോലെ തന്നെ വാമനദേവന്റെ മാതാവായ അതിഥിയുമായിരുന്നു. Who will be visiting Kerala for the Onam. അദ്ദേഹം കേരളത്തിൽ ഓണത്തിന് സന്ദർശിക്കാനായി വരുന്നതായിരിക്കും. She was Devahuti, mother of Kapila Muni. കപിലമുനിയുടെ മാതാവായ ദേവഹൂതി ആയിരുന്നു അവർ. She was Kaushalya, the mother of Ramchandra. She was Kausalya, the mother of Ramachandra. ശ്രീരാമചന്ദ്രന്റെ മാതാവായ കൗസല്യയും അവർ തന്നെയായിരുന്നു. She was Devaki, the mother of Krishna. She was Devaki, the mother of Krishna. കൃഷ്ണന്റെ മാതാവായ ദേവകിയും അവർ തന്നെയായിരുന്നു. And she was Sachi, the mother of Lord Chaitanya. And she was Sachi, the mother of Lord Chaitanya. അവർ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ മാതാവായി ശചി ദേവിയായി വന്നതും. So I was telling her how he has to take sannyas, but she did not be in anxiety. So he was telling her how he would take sannyas and she should not be in anxiety. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഒട്ടും ആകാംക്ഷ ഉണ്ടാകണ്ട എന്ന്. She will never be separated from him. That she will never be separated from him. അതായത് ഒരിക്കലും എന്നിൽ നിന്നും അമ്മ വേർപെടുകയില്ല എന്ന് മഹാപ്രഭു അമ്മയോട് പറഞ്ഞു. So as Lord Chaitanya, he also walked through Kerala. So Lord Chaitanya, he also walked through Kerala. ശ്രീ ചൈതന്യ മഹാപ്രഭുവും കേരളത്തിലൂടെ നടന്നിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട്. So he walked down, he walked out to Mangalore and Udupi. അദ്ദേഹം മംഗലാപുരത്തേക്കും ഉടുപ്പിയിലേക്കും നടന്നു കയറി കേരളത്തിൽ നിന്ന്. So special place. So Kerala is a very special place. അതുകൊണ്ട് കേരളം വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ്. And we have so many devotees in Kerala. So we are very happy that we have so many devotees in Kerala. കേരളത്തിൽ ധാരാളം ഭക്തന്മാരുണ്ട് എന്നത് എനിക്ക് വളരെ ആനന്ദം നൽകുന്നു. So this taken reclaimed from the sea by Parasuram. Like this, we heard that how Kerala was reclaimed from the sea by Parasuram. എപ്രകാരം കേരളത്തെ പരശുരാമൻ സമുദ്രത്തിൽ നിന്നും ഉണ്ടാക്കി എന്നതും നമ്മൾക്ക് അറിയാവുന്നതാണ്. Celebrate the coming of Bali Maharaj and Vamanadeva. And how the devotees, how the Keralites celebrate the coming of Bali Maharaj and Vamanadev. അതുപോലെ തന്നെ എപ്രകാരം കേരളീയർ എല്ലാവരും ബലി മഹാരാജാവിനെയും വാമനദേവനെയും ഓരോ വർഷവും സ്വീകരിക്കുന്നു എന്നും നമുക്കറിയാം. So yes, Chaitanya went. So like this, wherever Lord Chaitanya went, അതുപോലെ ചൈതന്യ മഹാപ്രഭു എവിടെയെല്ലാം പോവുകയോ Krishna
and requested the people to chant. And he chanted Hare Krishna and requested the people to chant. അദ്ദേഹം പോയ ഇടങ്ങളിലെല്ലാം അദ്ദേഹം സ്വയം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയും മറ്റുള്ളവരോട് ജപിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. Lord said after he left, he would come again in 2 avatars. Lord Chaitanya said that after he had left, he'll come again in 2 avatars. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോയതിനു ശേഷം 2 അവതാരങ്ങളായി മടങ്ങി വരും എന്ന്. He stayed for 3 days at the Ananta Padmanabha temple. He stayed for 3 days in the Ananta Padmanabha temple. അദ്ദേഹം 3 ദിവസം അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ചിലവഴിച്ചിരുന്നു. And he was ecstatic when he went to the temple of Janardana. So, and he was ecstatic when he went to the temple of Janardana. അതിനുശേഷം അദ്ദേഹം ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ ആനന്ദാതിരേകം പൂണ്ടു. He chanted and danced in ecstasy for 2 days at the temple of Janardana. He chanted and danced in ecstasy for 2 days in the temple of Janardana. ചൈതന്യ മഹാപ്രഭു ആനന്ദാതിരേകം പൂണ്ട് 2 ദിവസം ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ വസിച്ച് അവിടെ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും നൃത്തം വയ്ക്കുകയും ചെയ്തു. Established the lotus footprint of Lord Chaitanya in Ananta Padmanabha temple. We have established a lotus footprint of Lord Chaitanya in the Ananta Padmanabha temple. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപത്മങ്ങൾ അനന്ത പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. We should also establish lotus feet in the Janardhan temple. We also should establish the lotus footprint in the Janardhan temple. ചൈതന്യ മഹാപ്രഭുവിന്റെ പാദപത്മങ്ങൾ നമ്മൾ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലും സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. By the Payasvini River, there is a temple called Shankaranarayana. By the Payasvini river, there is a temple called Shankaranarayana. പയസ്വിനി നദിയുടെ തീരത്തിൽ ശങ്കരനാരായണ ക്ഷേത്രം എന്ന ഒരു ക്ഷേത്രമുണ്ട്. He visited the Singaramat place of Shankaracharya. He also visited the Shingeri Mata, the place of Shankaracharya. ശങ്കരാചാര്യരാൽ സ്ഥാപിതമായ ശൃംഗേരി മഠവും അദ്ദേഹം സന്ദർശിച്ചു. He visited the Matsya Tirtha by the river Tungabhadra. He also visited Matsya Tirtha by this river Tungabhadra. തുംഗഭദ്ര നദീതീരത്തിലുള്ള മത്സ്യതീർത്ഥവും അവിടുന്ന് സന്ദർശിച്ചായിരുന്നു. Many sacred places he visited Kerala. So like that, he visited many sacred places in Kerala. അപ്രകാരം മഹാപ്രഭു കേരളത്തിലെ അനേകം തീർത്ഥസ്ഥാനങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. Lord Chaitanya said he would come in 2 avatars after his departure. So Lord Chaitanya said he will come in 2 avatars after his departure. അങ്ങനെ ശ്രീ ചൈതന്യ മഹാപ്രഭു താൻ പോയതിനു ശേഷം 2 അവതാരങ്ങളായി മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നു. One is that he will come as the holy name of Krishna. One is that he will come as the holy name of Krishna. ഒന്ന് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യനാമമായി വരും എന്ന് പറഞ്ഞു. Since there is no difference between Krishna and his name, a Nam is also avatar. Since there is no difference between Krishna and Krishna's name, so the Nam is also an avatar. ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണന്റെ നാമത്തിനും തമ്മിൽ അന്തരമില്ലാത്തതിനാൽ കൃഷ്ണനാമവും അവതാരം തന്നെയാണ്. So he told Mother Sachi she'd also be his mother as the holy name. So he told Mother Sachi that she also would be the mother when he comes as the holy name.
അങ്ങനെ അദ്ദേഹം ശച്ചി മാതാവിനോട് പറഞ്ഞു, ഞാൻ ദിവ്യനാമമായി അവതരിക്കുമ്പോഴും അമ്മ തന്നെയായിരിക്കും എൻ്റെ മാതാവ് എന്ന് പറഞ്ഞു. How is that possible? How is that possible? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? She said she'll be the tongue. He said she will be the tongue. The tongue makes it possible for the holy name to be vibrated. The tongue makes it possible for the holy name to be vibrated. മഹാപ്രഭു പറഞ്ഞു, മാതാവ് നാക്കായി വരും. കാരണം നാക്കുണ്ടെങ്കിൽ മാത്രമേ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. And then his second avatar is as the deity. And then his second avatar is as the deity. രണ്ടാമത്തെ അവതാരം അർച്ചവിഗ്രഹമായിട്ടാണ്. As the deity, then he said Sachimata would be his mother. As the deity, he also said that Sachimata would be his mother. അർച്ചവിഗ്രഹ രൂപത്തിലും മാതാവ് ശച്ചി മാതാവ് തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. How is that possible? How is that possible? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? He said, as the mother of the deity, she'll be the earth. He said that as the mother of the deity, she would be the earth. അവിടുന്ന് പറഞ്ഞു, അർച്ചവിഗ്രഹത്തിന്റെ മാതാവ് എന്ന് വെച്ചാൽ അമ്മ ഭൂമിയായിരിക്കും എന്ന് പറഞ്ഞു. All the marble or metal or whatever, all the marble, metal or whatever, the deity is made out of, it comes from the earth. All comes from the earth. So the earth will be Mother Sachi. So the earth would be Mother Sachi. അർച്ചവിഗ്രഹം നിർമ്മിക്കുന്നത് ലോഹം കൊണ്ടായാലും കല്ലുകൊണ്ടായാലും അത് വരുന്നത് ഭൂമിയിൽ നിന്നാണ്. അപ്പോൾ ശച്ചി മാതാവ് ആ ഭൂമിയായി വരും എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. See how Lord Chaitanya comes as his deity form. So we see how Lord Chaitanya comes as his deity form. എപ്രകാരമാണ് ചൈതന്യ മഹാപ്രഭു അർച്ചവിഗ്രഹമായി അവതരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. So the devotees can chant the holy name and also worship the deity. So the devotees can chant the holy name and also can worship the deities. ആകയാൽ ഭക്തന്മാരെല്ലാവരും ഭഗവത് ദിവ്യനാമ ജപത്തിൽ ഏർപ്പെടുകയും വിഗ്രഹാരാധന നടത്തുകയും ചെയ്യണം. Anyway, the holy name of Krishna is in Sanskrit, which is like the mother language. Anyway, the holy name of Krishna is in Sanskrit, which is like the mother language for the mother language. ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യനാമം എന്ന് പറയുന്നത് സംസ്കൃതത്തിലാണ്. സംസ്കൃതമാകട്ടെ എല്ലാ ഭാഷകളുടെയും മാതാവുമാണ്. So Prabhupada said that in 1898 there was a plague epidemic in Calcutta. Srila Prabhupada said that in 1898 there was a plague, the epidemic in Calcutta. ശ്രീല പ്രഭുപാദർ പറഞ്ഞിട്ടുണ്ട് 1898 വർഷത്തിൽ കൽക്കട്ടയിൽ വലിയ ഒരു മഹാമാരി സംഭവിച്ചു എന്ന്. Hundreds and thousands of people were dying. Hundreds and thousands of people were dying. 100,000 കണക്കിന് ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയായിരുന്നു. At that time, Prabhupada was only 2 years old. At that time, Srila Prabhupada was only 2 years old. ആ സമയത്ത് ശ്രീല പ്രഭുപാദർക്ക് 2 വർഷം പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. He could only see up to the people's knees. He can only see up to the people's knees. അദ്ദേഹത്തിന് ആളുകളുടെ മുട്ടുവരെ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. But some Babaji got everyone to chant. But some Babaji got everyone to chant. ആ സമയത്ത് ഏതോ ഒരു ബാബാജി എല്ലാവരെ കൊണ്ടും നാമം ജപിപ്പിച്ചു. Not only the Hindus, even the Christians and Muslims, Parsis, everyone was chanting Hare Krishna. Not only the Hindus, but the Christians, the Muslims, the Parsis, everyone was chanting Hare Krishna.
ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിമുകളും പാർസികളും എല്ലാവരും ഹരേ കൃഷ്ണ ജപിക്കുകയായിരുന്നു. And the plague left Calcutta. And the plague left Calcutta. അങ്ങനെ പ്ലേഗ് കൽക്കട്ട വിട്ടുപോയി. Our Prabhupada said we don't recommend to our followers to do that because we don't like to use the name for anything material. Prabhupada said that we don't recommend our followers to use that because we don't like to use the name for anything material. ഇത് നമ്മൾ നമ്മുടെ അനുയായികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവത് ദിവ്യനാമം ഭൗതികമായിട്ടുള്ള ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട്. Was used like that, and in fact, historical fact that the plague was defeated. What said Guru Maharaj? It was used like that. It was used like that. It's a fact that the plague was removed. പക്ഷേ ആ സമയത്ത് അങ്ങനെ അത് ഉപയോഗിക്കുകയും അത് ആ ഉപയോഗം കൊണ്ടിട്ട് പ്ലേഗ് മാറിപ്പോവുകയും ചെയ്തിരുന്നു. Anyway, this is a very historical moment. Anyway, this is a very historical movement. And here, the word Bhagavad and the person Bhagavad, everything has come. Here, that the book Bhagavad and the person Bhagavad had come. എന്തു തന്നെ ആയാലും ഇത് വളരെ വിശിഷ്ടമായ ഒരു ഇടമാണ്. കാരണം ഇവിടെ ഗ്രന്ഥഭാഗവതവും ശ്രീല പ്രഭുപാദരും ഒരുമിച്ചെത്തിയ ഇടമാണ്. That means like Krishna has also come. That means like that Krishna has also come. അതിന്റെ അർത്ഥം ആ രൂപത്തിൽ കൃഷ്ണനും അവിടെ വന്നിട്ടുണ്ട് എന്നതാണ്. Thank you for giving the darshan of that place. Thank you for giving the darshan of that place. ആ സ്ഥലത്തിന്റെ ദർശനം എനിക്ക് നൽകിയതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. All glories to Cochin, all glories to Kerala. All glories to Cochin, all glories to Kerala. All glories to all the attendees. All glories to all the attendees. കൊച്ചിക്കും കൊച്ചിയിലുള്ള ഭക്തന്മാർക്കും കേരളത്തിലുള്ള ഭക്തന്മാർക്കും ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. So thank you for this opportunity to address you. Thank you for this opportunity to address you. നിങ്ങൾ എല്ലാവരെയും കാണുവാനുള്ള ഈ അവസരം നൽകിയതിനും ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. That everyone is taking up the process of Bhakti Yoga. I hope that everyone is taking up the process of Bhakti Yoga. എല്ലാവരും ഭക്തിയോഗത്തിന്റെ പ്രക്രിയ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. The 9 processes of Bhakti Yoga. There are 9 processes of Bhakti Yoga. ഭക്തിയോഗത്തിന്റെ 9 മാർഗങ്ങളുണ്ട്. In the age of Kali, the first 2, Shravana and Kirtana, are the most important. But in the age of Kali, the first 2, Shravanam and Kirtanam, are the most important. പക്ഷേ കലിയുഗത്തിൽ ആദ്യത്തെ 2 അതായത് ശ്രവണവും കീർത്തനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. So we also have a new Jayapataka Swami app. So we also have a new Jayapataka Swami app. It is available both in Android and iStore. പുതിയതായി ജയപതാക സ്വാമി ആപ്പ് എന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭ്യമാണ്. അത് ആൻഡ്രോയിഡിലും ഐഫോണിലും നിങ്ങൾക്ക് ലഭ്യമാണ്. And so I'll publish in the message section of this event. I will publish in the message section this event. അപ്പോൾ അതിലുള്ള സന്ദേശങ്ങൾ ഉള്ള ഭാഗത്തിൽ ഞാൻ ഈ ഉത്സവത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നതാണ്. If you download it, you can see. നിങ്ങൾ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സന്ദേശങ്ങൾ കാണാവുന്നതാണ്.
So, did you have the video of that, the Woodley part? Do you have the video of the Nambudiri? Guru Maharaj, there is some technical error. We will send it immediately, Guru Maharaj. Prabhu, it is there. We are able to see it. Okay. Shri Kaita Param Nambudiri. മഹത്തായ സംഘടന ഇഷ്കോൺ അതിൻ്റെ 55ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. എനിക്ക് 1975 മുതൽക്ക് ഈ സംഘടനയായിട്ട് ബന്ധമുണ്ട്. ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഇതിൻ്റെ ഈ സ്വിറ്റ്സർലാൻഡിലെ ഈ ഗോകുലത്തിൻ്റെയൊക്കെ ഒരു വിഷ്വൽ ഇങ്ങനെ കാണിച്ചിട്ട് പ്രഭുപാദനെക്കുറിച്ചുള്ള വലിയൊരു ഇതുണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി ഞാൻ കണ്ടുകൊണ്ടിരുന്നു. അതുമുതൽക്കാണ് എനിക്ക് ഈ പരിപാടിയെ പറ്റി അറിയുന്നത്, ഈ സംഘടനയെ പറ്റി. പിന്നെ ധാരാളം വായിച്ചു. പിന്നെ ബാംഗ്ലൂര് ഇവിടെ പോയിട്ടുണ്ട്, സ്ഥാപനത്തിൽ പോയിട്ടുണ്ട്. ഭാഗവതത്തിൻ്റെ ഒരു മഹിമയും കൃഷ്ണ ചരിത്രത്തിൻ്റെ മഹാത്മ്യവും ഒക്കെ ഘോഷിക്കുന്ന ഇഷ്കോണിനെ ഞാൻ സ്നേഹിക്കുന്നു. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂഭാവുകാഃ യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ ദുരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ശരിക്ക് സർവഭൂതഹൃദയമായ ശ്രീശുക ബ്രഹ്മർഷിയുടെ അവതാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രഭുപാദനെ കുറിച്ച്. കാരണം അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഭഗവാനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനത്തിനും അതിൻ്റെ ഈ 55ാം വാർഷികത്തിൻ്റെ ആഘോഷങ്ങൾക്കും ഹൃദയംഗമമായ എൻ്റെ സ്നേഹാദരവുകൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും നിങ്ങളുടെ ഭാഗമാണ് എന്ന് അറിയിക്കുന്നു. നമസ്കാരം. കൈതപ്പോ. Thank you. So, devotees, Maharaj is there also? Okay. Maharaj, my humble obeisances to you and all the other devotees. It's getting a little late for Guru Maharaj. So, we'll conclude this program, Maharaj. Is that okay? Please Yes, conclude I think. Thank you very much. His Holiness Jayapataka Swami Guru Maharaj Ki Jai. Thank you very much for your time, Guru Maharaj, in this very important occasion. We very much appreciate your presence here. Just for clarification, since we did in 2015 install the plug and release the Srimad Bhagavatam in a grand program, we had 2 international conferences based on the Bhagavatam, where also the Central Minister for Environment had come. One was called Down to Earth, where we had speakers like Govardhan from South Africa flew down, and there is Braj Bihari came down from America, Anuttama Prabhu came. There was also Lokanath Maharaj for the release, and there was Bhakti Dhira Damodar Maharaj. And we had these 2 days conferences and this, and our plan was to do this as an international event every year. Somehow it was challenging for the local devotees to do it. Now we will actually take it up in a bigger way, all Kerala event, and also help the local devotees and maybe definitely do it in a more international sense, which was what is our original plan. But somehow it didn't happen. So we hope to do that. Just for your information, because you raised that
our idea was, I had already got ready to invite Gopal Krishna Maharaj and sent a note to Vaisheshika Prabhu also to be there. But somehow it didn't happen this time. So we hope to do that with your blessings the next time. So thank you very much. Virtually, you can have people from all parts of the world attend. Yes. Virtually, you can have people from all parts of the world. Yes, that was the plan, actually. That was the plan. In fact, previously also that was the plan, but the program didn't take off somehow or the other every year for some reason or the other. But this year we could have done it, like you said, call everybody together. But for some reason, for many reasons, I should say, that did not happen. Although I had made some arrangements also for some of it. But we will try to do that in the near future on a separate occasion also. GDC conference, tell them that this should all attend if they have any devotion for Prabhupada. Put that on the GPC conference and tell them that they all should attend if they have any devotion for Prabhupada. Yeah, sure. At some point of time, I think we should be able to do that. All right, we have Your to blessings. end this Thank you program for here. all the devotees. Guruma saying thank you for all the devotees. It's just all you do. He's just going through the gallery on a gallery view, having darshan of The 400 attendees, Srila Guru Maharaj. so many devotees are there. Jaya Gopal, Yamuneshwari, Krishna GK Gayatri, Kalpataru, K.R. Rani. Oh, these are all the regular devotees from the Zoom. Great. Okay, this will go on, Guru Maharaj. We should end here. Zero calorie, high frame. Yes, 0 in calorie and high in prem. We have Krishna Kosha Raju, Krishna Namananda Prabhu from New Jersey. He's also there. Hi, well. See, Maharaj, you have people attending this program from all around the world, Maharaj. Yeah. Many are from all around the world. Yeah, it's already an international program now. Yes, in one sense it is. Okay, Hare Krishna, we'll end the program here. Nice to do that. Thank you. Hare Krishna. Hare Krishna. His Holiness Jayapataka Swami Gurudev ki Jai. Vanchakalpatarubhyasya kripa sindhuvyo cha patitanam pavanebhyo vaishnavebhyo namo namaha.